ഡിയർ സ്റ്റുഡൻസ്, സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷനിലെ ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പ്രൂവ് ദാറ്റ് ഓൾ 4 സർക്കിൾസ് ഡ്രോൺ വിത്ത് ദ സൈഡ്സ് ഓഫ് എ റോംബസ് ആസ് ഡയമീറ്റേഴ്സ് പാസ് ത്രൂ എ കോമൺ പോയിൻറ്റ്. നമുക്കിവിടെ ഒരു റോംബസ് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റോംബസ്. ഈ റോംബസിൻ്റെ 4 സൈഡ്സും ഡയമീറ്ററായിട്ട് ഓരോ സർക്കിൾസ് വരച്ചിട്ടുണ്ട്. 4 സർക്കിൾസ് വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സൈഡ് ഡയമീറ്ററായിട്ട് ഇവിടെ ഒരു സർക്കിൾ, അതുപോലെ ഈ സൈഡ് ഡയമീറ്ററായിട്ട് മറ്റൊരു സർക്കിൾ, അങ്ങനെ 4 സൈഡ്സും ഡയമീറ്ററായിട്ട് നമ്മൾ 4 സർക്കിൾസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 സർക്കിൾസും ഒരു കോമൺ പോയിൻറ്റിലൂടെ പാസ് ചെയ്യും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ലുക്ക് അറ്റ് ദി ഫിഗർ. ഇവിടെ ABCD ആണ് നമ്മുടെ റോംബസ്. എന്താ ഒരു റോംബസിൻ്റെ പ്രത്യേകത? ഒരു റോംബസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ 4 സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഹിയർ AB, BC, CD ആൻഡ് AD ആർ ഈക്വൽ. ഈ 4 സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതുകൂടാതെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇവിടെ ഒരു 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ഒരു 60 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഇവിടെ 120 ഡിഗ്രി ആണെങ്കിൽ ഹിയർ ആൾസോ 120 ഡിഗ്രി. അപ്പോൾ റോംബസിൻ്റെ 4 സൈഡ്സും ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതുകൂടാതെ ഈ റോംബസിൻ്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ഹിയർ റോംബസിൻ്റെ ഡയഗണൽസ് ആണ് AC ആൻഡ് BD. ഇവ പെർപെൻഡിക്കുലർ ബൈസെക്റ്റേഴ്സ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. പെർപെൻഡിക്കുലർ ബൈസെക്റ്റേഴ്സ് മീൻസ് ഇതിനിടയിലുള്ള ഈ ആംഗിൾസ് 90 ഡിഗ്രി ആയിരിക്കും. അതുകൂടാതെ AC എന്ന് പറഞ്ഞ ഡയഗണൽ ഇതൊരു 8 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ടെങ്കിൽ ഇവിടെ ഇത് 4 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതുപോലെ BD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ടെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്റ്റർ ആയതുകൊണ്ടിട്ട് BD ഒരു 6 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ടെങ്കിൽ ഇവിടെ 3 സെൻറ്റിമീറ്റർ, ഇവിടെ 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതാണ് നമ്മുടെ റോംബസിൻ്റെ പ്രത്യേകത. അപ്പോൾ കൺസിഡർ ദിസ് ട്രയാങ്കിൾ ABD എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ നമ്മളൊന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൽ AB എന്ന് പറഞ്ഞ സൈഡും AD എന്ന് പറഞ്ഞ സൈഡും ഈക്വലാണ്. അതുകൊണ്ട് ഈ ABD എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളായി? ABD എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഐസോസിലസ് ട്രയാങ്കിളായി. 2 സൈഡ്സ് ആർ ഈക്വൽ, സോ ABD ഈസ് ഐസോസിലസ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും ഈ O എന്ന് പറഞ്ഞ പോയിൻ്റ്. വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ഇൻ ദ അബോവ് ക്വസ്റ്റ്യൻ. ഒരു ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ സൈഡ്സ് ഡയമീറ്റർ ആയിട്ട് നമ്മൾ സർക്കിൾ വരച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ AD ഡയമീറ്റർ ആയിട്ടൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്, അതുപോലെ AB ഡയമീറ്റർ ആയിട്ട് മറ്റൊരു സർക്കിളും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 സർക്കിളും തേർഡ് സൈഡിൻ്റെ, ഈ ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡാണ് ഹിയർ BD, അതിൻ്റെ മിഡ് പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ ABD കൺസിഡർ ചെയ്യുമ്പോൾ അത് ഐസോസിലസ് ആണ്, ഈ 2 സൈഡ്സും ഈക്വലാണ്. അതുകൊണ്ട് നമ്മളത് ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരച്ചിട്ടുണ്ടെങ്കിൽ ഈ തേർഡ് സൈഡ്, ഈ ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡിൻ്റെ മിഡ് പോയിൻറ്റിലൂടെ പാസ് ചെയ്യും. അതുപോലെ നമ്മൾ BCD എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ 2 സൈഡും ഈക്വലാണ്. അപ്പോൾ അത് ഡയമീറ്റർ ആയിട്ട് നമ്മളിവിടെ സർക്കിൾസ് വരച്ചിട്ടുണ്ട്. ഹിയർ 1 സർക്കിൾ ആൻഡ് ഹിയർ അതർ സർക്കിൾ. അപ്പോൾ ഈ 2 സർക്കിൾസും ഈ ട്രയാങ്കിൾ BCDൻ്റെ തേർഡ് സൈഡാണ് BD, അതിൻ്റെ മിഡ് പോയിൻറ്റിലൂടെ പാസ് ചെയ്യും. അപ്പോൾ ഇതന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. 4 സർക്കിൾസും ഒരു റോംബസിൻ്റെ സൈഡ്സ് ഡയമീറ്റർ ആയിട്ട് വരച്ചിട്ടുള്ള 4 സർക്കിൾസ് ഏതിലൂടെ പാസ് ചെയ്യും? ഒരു കോമൺ പോയിൻറ്റിലൂടെ പാസ് ചെയ്യും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇത് മറ്റൊരു രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് പെർപെൻഡിക്കുലർ, ഈ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്റ്റേഴ്സ് ആയതുകൊണ്ട് ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 90, ഇവിടെയും 90, ഇവിടെയും 90 ആണ് ഉണ്ടാവുക.
അപ്പോൾ ഇത് നോക്കുമ്പം ഇതൊരു റൈറ്റ് ട്രയാങ്കിളായി. ഇത് 90 ഡിഗ്രി ആയതുകൊണ്ടിട്ട് ഈ ട്രയാങ്കിൾ OBA ഒരു റൈറ്റ് ട്രയാങ്കിളായി. അപ്പോൾ അവിടെ 90 ഡിഗ്രി ആയതുകൊണ്ടിട്ട് O എന്ന് പറഞ്ഞ പോയിൻ്റ് ഓൺ ദ സർക്കിളിലായിരിക്കും. അതേപോലെ നമ്മൾ AOD കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് AOD റൈറ്റ് ട്രയാങ്കിളാണ്. അപ്പോൾ O എന്ന് പറഞ്ഞ പോയിൻ്റ് ഓൺ ദ സർക്കിളായിരിക്കും ഇവിടെ 90 ഡിഗ്രി ആയതുകൊണ്ട്. അപ്പോൾ മറ്റേ ഈ എൻഡിലും നമുക്ക് 90 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, O എന്ന് പറഞ്ഞ പോയിൻ്റ് ഓൺ ദ സർക്കിളിലായിരിക്കും. അതുകൊണ്ട് ഈ 4 സർക്കിൾസും ഒരു കോമൺ പോയിൻ്റ് O എന്ന് പറഞ്ഞ കോമൺ പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ സാധിക്കും. ഇതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ 2. ഇൻ ദ ക്വാഡ്രിലാറ്ററൽ ABCD അഡ്ജസൻറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട് ABCD. ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഈ സൈഡും ഈക്വലാണ്. അതുപോലെ ഈ സൈഡും ഈക്വലാണ്. ഇവിടെ നമുക്ക് വി ഹാവ് ടു പ്രൂവ് ട്രയാങ്കിൾ ABD. Second sub question, prove that this is true for any quadrilateral with adjacent sides equal as in the picture. അപ്പോൾ adjacent sides ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ക്വാഡ്രിലാറ്ററൽ, അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ക്വാഡ്രിലാറ്ററലും നമ്മളിപ്പോൾ മുമ്പ് ചെയ്ത ആ സംഭവം ഈ ഒരു കോമൺ പോയിൻറ്റിലൂടെ പാസ് ചെയ്യും. ഇങ്ങനെ ഡയമീറ്റർ ആയിട്ട് നമ്മൾ ഈ അഡ്ജസൻറ്റ് സൈഡ്സ് ഡയമീറ്റർ ആയിട്ട് നമ്മൾ സർക്കിൾസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഈ 4 സർക്കിൾസ് ഒരു കോമൺ പോയിൻറ്റിലൂടെ പാസ് ചെയ്യും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞു അഡ്ജസൻറ്റ് സൈഡ്സ് ആർ ഈക്വൽ ഇൻ ദ ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ABയും ADയും ഈക്വലാണ്. അതുകൊണ്ട് ട്രയാങ്കിൾ ABD എന്ത് ട്രയാങ്കിളായി? ഐസോസിലസ് ട്രയാങ്കിളായി. ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഈ BD എന്ന് പറഞ്ഞ തേർഡ് സൈഡ്, ഈ തേർഡ് സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും ഇവിടെ ഈ പോയിൻ്റ്. ഈ O എന്ന് പറഞ്ഞ ഈ പോയിൻ്റ് BD എന്ന് പറഞ്ഞ സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ഹിയർ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി, നമ്മളിവിടെ പെർപെൻഡിക്കുലറാണ് വരച്ചത്. അതുകൊണ്ട് ഇത് 90 ഡിഗ്രി. അതുകൊണ്ട് O എന്ന് പറഞ്ഞ പോയിൻ്റ് നമുക്ക് ഓൺ ദ സർക്കിളിലാണെന്ന് പറയാൻ പറ്റും. അതേപോലെ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം, ട്രയാങ്കിൾ BCD. അപ്പോൾ ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ആർ ഈക്വൽ എന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CD തന്നെ അടുത്തടുത്തുള്ള 2 സൈഡ്സ് അഡ്ജസൻറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് OC എന്ന് പറഞ്ഞ പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? O ഈസ് എ പോയിൻ്റ് ഓൺ ദ സർക്കിൾ നമുക്ക് പറയാൻ സാധിക്കും. അതുകൂടാതെ നമ്മളിവിടെ OC എന്ന് പറഞ്ഞ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ O ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് BD എന്ന് കൂടി പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റുന്നത്? ഇതൊരു ഐസോസിലസ് ട്രയാങ്കിളാണ്. ട്രയാങ്കിൾ BCD ഒരു ഐസോസിലസ് ട്രയാങ്കിളാണ്. അതുകൊണ്ട് നമ്മളിവിടെ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി. അതുകൂടാതെ ഐസോസിലസ് ആകുമ്പോൾ നമ്മൾ ഈ മുകളിലെ വെർട്ടെക്സിൽ നിന്ന് താഴേക്ക് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഈ O എന്ന് പറഞ്ഞ പോയിൻ്റ് BDയുടെ മിഡ് പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇവിടെയൊക്കെ 90 ഡിഗ്രി ആയതുകൊണ്ട് O എന്ന് പറഞ്ഞ പോയിൻ്റ് ഓൺ ദ സർക്കിളിലായിരിക്കും. അപ്പോൾ ഇവിടെയും നമുക്ക് ഈ 4 സർക്കിൾസും O എന്ന് പറഞ്ഞ ഒരു കോമൺ പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്നതായി കാണാം.